കോഴ്സ് ചെയ്തിട്ടുള്ളതൊക്കെ ഏതായിരുന്നു? മുരളി. ഇങ്ങോട്ട് പോരെ, കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് പോരെ. അങ്ങനെയാണ്. എന്താ ശരിക്കും പേഴ്സണലി എന്താ ചെയ്തിട്ടുള്ളതൊക്കെ എന്തായിരുന്നു? ചെയ്തിട്ടുള്ളത് ഞാൻ +2 പാസ്സല്ല. +2 വരെ പോയി. അവിടുന്ന് +2 പാസ്സല്ല, ഒരു വിഷയം കിട്ടാനുണ്ടായിരുന്നു. പിന്നെ അത് എഴുതിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ എന്താണ് കമ്പ്യൂട്ടർ ക്ലാസ്സിന് ITI പോയി. ഒരു 6 മാസം ഉണ്ടായിരുന്നു. അത് 1 മാസം കണ്ടിന്യൂ ചെയ്തതും ഞാൻ ആ സമയത്താണ് നാട് വിട്ടത്. +2 സമയത്താണ്. +2 കഴിഞ്ഞ് ഒരു വർഷം പാലക്കാട് നിങ്ങൾ കേട്ടില്ല? പാലക്കാട് ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് ആണ്. അപ്പൊ ആ സമയത്താണ് ഞാൻ നാട് വിടുന്നത്. എവിടെ പോയത്? കോയമ്പത്തൂർ പോയി. അപ്പൊ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ ആ സമയത്ത് ഇങ്ങനെ പോകുന്ന കാര്യം? പറയാണ്ടല്ല, അതായത് ഞാൻ വീട് വിട്ട് പോകുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് വീട്ടുകാരനെയൊക്കെ പിരിഞ്ഞെടുക്കാൻ ഭയങ്കര ഒരു വിഷമം. അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താണ് ക്ലാസ് വീട്, ക്ലാസ് വീട്, ക്ലാസ് വിട്ട് വീട്, വീട് വിട്ട് ക്ലാസ്, അങ്ങനെയാണ്. ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ. പിന്നെ പോക്ക് പോയത് 1.5 പോക്കായി. എനിക്ക് പാലക്കാട് KSRTC ഉള്ളത് എവിടെയാണെന്ന് അറിയില്ല. പാലക്കാട് കോട്ട എവിടെയാണെന്ന് അറിയില്ല. 10ാം ക്ലാസ് +2 സമയത്ത് പഠിക്കുന്ന സമയത്ത് +2 പഠിക്കില്ല. ഇപ്പത്തെ +2 പിള്ളേരൊക്കെ എവിടെ ചോദിച്ചാലും ഏത് ഇപ്പൊ ഇങ്ങനെ ഇടുന്ന നൊന്തിരികളടക്കം പറയും അല്ലേ, ഫോണിലൂടെ തന്നെ. അപ്പൊ ഞാന് ഈ എന്താണ് ഒരു ട്രാൻസ് ആയതിനു ശേഷമാണ് എൻ്റെ ഇത്രയും വലിയൊരു ഫോൺ യൂസ് ചെയ്യണത്. അതല്ലെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റമല്ലേ? കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. പക്ഷെ വീട്ടില് ഫോൺ ഉണ്ടെങ്കിലും ഞാൻ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്തില്ല. ചെറിയൊരു കീപാഡ് സെറ്റ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതന്നെ വീട്ടിലൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഞാൻ പോയി. സിനിമാറ്റിക് ആണല്ലേ? കുറച്ച് എന്റെ കഥ എഴുതാം. ലെറ്ററിൽ എഴുതിയത് എനിക്ക് വീട്ടിൽ ആദ്യം ഞാൻ പറഞ്ഞു നോക്കിയപ്പോ വീട്ടുകാരൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. വീട്ടില് പറഞ്ഞിരുന്നു അമ്മയോടും ഏട്ടനോടൊക്കെ പറഞ്ഞ സമയത്ത്. അതായത് എൻ്റെ മാമൻ്റെ മകളുണ്ട് കീർത്തനോട്, അവളോട് എല്ലാ കാര്യവും ഞാൻ തുറന്ന് പറയാറ്. ചെറുപ്പം ഒരു എന്ത് സംഭവം ഉണ്ടെങ്കിൽ അവളോട് ഞാൻ അത്ര ഞങ്ങൾ അച്ഛൻ ആയിരുന്നു. എല്ലാ കാര്യവും ഞാൻ അവളോട് തുറന്ന് പറയാറുണ്ട്. പിന്നെ അതിനുശേഷം അവളോട് പറഞ്ഞപ്പോൾ അവളും പറഞ്ഞു പോടാവുന്നു, അങ്ങനെയൊന്നും ഇല്ല, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ കാര്യവും തുറന്നു. പിന്നെ അവള് പോലും എന്നെ മനസ്സിലാക്കാതെ വന്നപ്പോ ഞാൻ ഏറ്റവും ഇതില് പ്രതീക്ഷ ഉണ്ടായിരുന്ന കീർത്തന വരെ തള്ളി മീൻസ് അങ്ങനെയല്ല. അവളോടായിരുന്നു ഞാൻ എല്ലാം പറയാറ്. പക്ഷെ അവള് പോലും എന്നെ മനസ്സിലാക്കിയില്ല. സാരമില്ല, എനിക്ക് ചിലപ്പോൾ ഹോർമോൺ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയി നോക്കാം, അങ്ങനെ പോലും പറഞ്ഞാണെങ്കിൽ ശരിയിടി ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവൾ അങ്ങനെ പോലും പറഞ്ഞിരുന്നു. എനിക്ക് അതൊക്കെ ഒരു തോന്നലായിരിക്കും. പക്ഷെ അവൾക്കും പ്രായമായിട്ടില്ല, എനിക്കും പ്രായമായിട്ടില്ല. ആ സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾ 8ാം ക്ലാസ്സിലാണ് തോന്നുന്നു. 8ാം ക്ലാസ്സില്. അപ്പൊ ഇത് തോന്നിയത് എന്ത് മൊമെന്റിലാ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്കിങ്ങനെ ബോയ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടും അവര് പറഞ്ഞു അയ്യോ നിന്നെയൊന്നും സ്നേഹിക്കാൻ പറ്റില്ല, നീയൊക്കെ പെണ്ണുങ്ങളെ പോലെയാണ് നടക്കണത്, നിന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ കരിയറൊക്കെ ബാധിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും തളർന്നു. ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഒരു ആൺകുട്ടീനെ സ്നേഹിച്ച സമയത്ത് അയാള് എന്നെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. കോയമ്പത്തൂർ പോണതിന് മുമ്പ് രണ്ടാളുണ്ട്, രണ്ടുപേരും ഞാൻ സ്നേഹിച്ചു. പക്ഷെ ഒരേ സമയം രണ്ടുപേരും സ്നേഹിച്ചു. നോക്കി എങ്ങനെയുണ്ട് നോക്കാം, ഉള്ളിയും തോന്നിട്ട് തന്നെ ചെയ്തത്. പക്ഷെ അവരുടെ കരിയർ നല്ലതും ബാധിക്കുമോ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷെ എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് അവർ പോലും എന്നെ തള്ളി, നീ ആണാണ്, ഞാൻ പെണ്ണ. അവർക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു, പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു സ്നേഹം, ഒരാളെക്കാൾ കൂടുതൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ. എൻ്റെ കൂടെ ക്ലാസ്സിന് മുമ്പ് എനിക്ക് എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്, എന്നെ കൊണ്ട് വിടുന്നതൊക്കെ അയാളൊക്കെ ആയിരുന്നു ചെയ്തത്. പിന്നെ എനിക്ക് ആ സമയത്ത് ഫോൺ വാങ്ങി തന്നത് അത് വേറൊരാൾ, ഫോണൊക്കെ വാങ്ങി തന്നത് വേറൊരാൾ. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അയാൾ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുക അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെടില്ല. അപ്പം എൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമ്പോൾ ഒരു ഇഷ്ടം എല്ലാവരെക്കാളും കൂടുതൽ എന്നോടാണല്ലോ ഇഷ്ടം, അങ്ങനെ തോന്നി.
പക്ഷെ എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു പെണ്ണാണെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചേനെ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ പെണ്ണാണെങ്കിലല്ലേ പെണ്ണാണെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അതിനുശേഷം അയാള് എൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പറഞ്ഞു ഞാൻ സർജറി ചെയ്യാൻ പോട്ടെ അങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നീ മിണ്ടാതിരിക്കുക, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അങ്ങനെയൊന്നും ചെയ്യരുത് പറഞ്ഞു. പിന്നെ അയാൾ പോലെ എന്നെ തള്ളിയപ്പോഴാണ് എനിക്ക് ഇനി ശരിക്കും ആള് തിരിച്ച് നീ ഒരു പെണ്ണായിട്ടായിരുന്നെങ്കിൽ എനിക്കും തിരിച്ച് ആ ഒരു ആവണോ എന്ന് പറഞ്ഞത് ഒരു ഹോപ്പ് വന്നു, ഒരു പ്രതീക്ഷ പ്രതീക്ഷ അങ്ങനെ ഉണ്ട്. അപ്പൊ അയാൾ പോലും എന്നെ മനസ്സിലാക്കിയില്ല. അപ്പൊ എനിക്ക് പറ്റിയില്ല, എന്തായാലും എനിക്ക് ഫീമെയിൽ ആയിട്ട് പറ്റുള്ളൂ എന്നിട്ട് ഞാൻ ആ ഒരു വാശിയിൽ വീട് വിട്ട് ഇറങ്ങി. വീട്ടിൽ എല്ലാവരും അങ്ങനെ പോയി പറഞ്ഞു. അപ്പം എല്ലാവരും തള്ളിക്കളയല്ലാതെ എല്ലാവരും ശരി സാരമില്ല പോട്ടെ, നിന്നെ പെണ്ണാക്കി തന്നെ ഞങ്ങൾ വളർത്താം അങ്ങനെ പോലും പറഞ്ഞില്ല. പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിലും നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ് വീട്ടുകാരുടെ പേടി. മനസ്സിലായി. പിന്നെ അതിന് ശേഷം ഞാൻ നാട് വിട്ട് പോകുന്ന സമയത്ത് എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയില്ല, എനിക്കൊരു പെണ്ണായി ജീവിക്കണം, ഞാൻ വീട് വിട്ട് അതാണ് എഴുതിയത്. ലെറ്ററിൽ എഴുതി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അയ്യപ്പനായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അപ്പോൾ ഞാൻ അവിടെ അയ്യപ്പൻ്റെ ഫോട്ടോൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. മീഡിയയിൽ പല താരങ്ങളെയും നമുക്കറിയാം, അതുപോലെ തന്നെ ട്രാൻസിനെയും ഇപ്പോൾ നല്ലപോലെ നമുക്കറിയാം. കാരണം ട്രാൻസ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് അകറ്റി നിർത്തിയ ആളുകൾ ഇന്ന് മുൻപോട്ട് വരുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. അത്തരത്തിൽ ഒരാളാണ് വാവ സയീഷ. ട്രാൻസ് ആണെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന ആളാണ് വാവ. പിന്നാലെ താൻ പെണ്ണായി മാറിയ കഥയും വാവ പറയുന്നുണ്ട്. ഇന്ന് ഭർത്താവിനും കുടുംബത്തിനുമൊപ്പമാണ് വാവയുടെ ജീവിതം.